ഹലോ, എല്ലാ സോളുകൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ചൊക്കെ സ്പിരിച്വലി മുന്നോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ട്രിഗർ കിട്ടിക്കഴിയുമ്പോൾ, ആരെങ്കിലും നിന്നും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ട്രിഗർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഡൗട്ടാണ്, ഞാൻ ശരിക്കും ടിൻ ഫ്ലെയിം ജേർണിയിലാണോ, അല്ലെങ്കിൽ ഞാനൊരു ടിൻ ഫ്ലെയിം ആണോ എന്നുള്ളത്. ഇത് പലർക്കും വരുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ടിൻ ഫ്ലെയിം ആണോ, ടിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, ഞാൻ ഒരു ടിൻ ഫ്ലെയിം ആണോ എന്ന് അറിയാനായിട്ടുള്ള ടിപ്പാണ്. അപ്പം നമുക്ക് നോക്കാം. ഒന്ന്, കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ കംപ്ലീറ്റ് അല്ല എന്നൊരു തോന്നലുണ്ടായിരിക്കും. ഉള്ളിൽ നമ്മൾ ആരെയോ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും. എപ്പോഴും എനിക്ക് വേണ്ടി ആരോ കാത്തിരിക്കുന്നുണ്ട് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്ര അടുത്ത ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിലും, പേരൻസിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിലും, എത്ര ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണെങ്കിലും എനിക്ക് എന്തോ മിസ് ചെയ്യുന്നുണ്ട്, എന്നിലേക്ക് ആരോ വരാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. രണ്ട്, തനിയെ ഇരിക്കാൻ ഇഷ്ടപ്പെടും. ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് അവരുടെ കൂടെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല. എപ്പോഴും ഒരു സോളിറ്റ്യൂഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതിൻ്റെ കാരണം നമ്മൾ ഓൾഡ് സോൾസ് ആണ്. ടിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നവർ ഓൾഡ് സോൾസ് ആണ്. അവർ എപ്പോഴും ഒരു വൈബ്രേഷനിലായിരിക്കില്ല. എല്ലാ മനുഷ്യരും ഒരേ വൈബ്രേഷനിലല്ല. അതുകൊണ്ട് തന്നെ അവരുടെ വൈബ്രേഷനിൽ അല്ലാത്തവരുടെ കൂടെ ടിൻ ഫ്ലെയിംസിന് ഒരുപാട് നേരം ഇരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവർ എംപാത്സ് ആയതുകൊണ്ട് അവരുടെ എനർജി അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് സോളിറ്റ്യൂഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ടിൻ ഫ്ലെയിംസ് ആയിട്ടുള്ളവർ. മൂന്ന്, നേച്ചറിനോട് കൂടുതൽ ചേർന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഒരുപാട് അടച്ചു പൂട്ടിയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതിയിലൂടെ ഇറങ്ങി നടക്കാനായിട്ടും പച്ചപ്പ് ഒക്കെ ആസ്വദിക്കാനായിട്ടും കാറ്റ്, മഞ്ഞ്, മഴ ഒക്കെ ആസ്വദിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ടിൻ ഫ്ലെയിംസ് ആയിട്ടുള്ളവർ. പിന്നെ അവർ മരങ്ങളോട് സംസാരിക്കുക, കിളികളോട് സംസാരിക്കുക, അതുപോലെ തന്നെ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടും അവരെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ടിൻ ഫ്ലെയിംസ് ആയിട്ടുള്ളവർ. കുഞ്ഞുനാൾ മുതലേ ചിലപ്പോൾ മരങ്ങളോടൊക്കെ സംസാരിച്ച് ഈ ചന്ദ്രനോടൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പം വീട്ടുകാർ നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടും ഉണ്ടാവാം. പിന്നെ നാലാമതായിട്ടുള്ളൊരു പോയിന്റ്, ചെറുപ്പം മുതൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ ഒരു ലോകമല്ല, അതിനും അപ്പുറം ഈ പ്രപഞ്ചത്തിൽ ഞാൻ എന്തോ സത്യം അറിയാനുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഈ പ്രപഞ്ചത്തിൽ എനിക്കും അറിയാവുന്നതിനും അപ്പുറം, എനിക്ക് ചുറ്റും നടക്കുന്നതിനും അപ്പുറം എന്തൊക്കെയോ വേറെ സത്യങ്ങളുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അഞ്ച്, നമ്മൾ ജനിച്ചു വളർന്ന മതത്തിൽ മാത്രമല്ല, ഈശ്വരനിലും മാത്രമല്ല, എല്ലാ മതത്തിലും ഈശ്വരനിലും ഒരുപോലെ വിശ്വാസം ഉള്ളവരായിരിക്കും ടിൻ ഫ്ലെയിംസ് ആയിട്ടുള്ളവർ. എല്ലാം ഒന്നാണ്, എല്ലാ ശക്തിയും ഒന്ന് തന്നെയാണ്, പല പേരിലാണ് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ടിൻ ഫ്ലെയിംസ് ആയിട്ടുള്ളവർ. ആറ്, ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളവരായിരിക്കും. പ്രത്യേകിച്ച് ഡിവൈൻ ഫെമിനൈൻസ് ആണെങ്കിൽ അവർക്ക് ഇൻറ്റ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. കുഞ്ഞുനാൾ മുതലേ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നവരായിരിക്കും. ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നതായിരിക്കാം ഈ ഒരു കാര്യം, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് സംഭവിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കില്ല. അത് നടന്നതിന് ശേഷം നമ്മൾ ആലോചിക്കും, അയ്യോ ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത് ഞാൻ നടന്നതായിരുന്നല്ലോ, ഇത് ഞാൻ നടക്കും എന്നെനിക്കിങ്ങനെ തോന്നിയതായിരുന്നല്ലോ എന്നൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ ഒരു ചിന്ത വരും. പക്ഷെ നമ്മൾ ഈ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്, ഓൾഡ് സോളാണ് എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയും. പിന്നെ ഏഴാമത് വരുന്നൊരു സൈനാണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തോ ചെയ്തു തീർക്കാനാണ്, എന്തോ ഒരു ഉദ്ദേശം കൊണ്ടാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടായിരിക്കും. എന്നെക്കൊണ്ട് ഈ മനുഷ്യർക്ക് എന്തോ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ എട്ടാമത് വരുന്നൊരു സൈനാണ്, നമുക്ക് കുഞ്ഞുനാൾ മുതലേ ഏഞ്ചൽസിൻ്റെയും ഡിവൈൻ്റെയും ഒക്കെ പ്രസൻസ്, എനർജീസൊക്കെ ഫീൽ ചെയ്യും. ഡിവൈൻ്റെ മാത്രമല്ല, നമുക്ക് നെഗറ്റീവ് എനർജീസിൻ്റെ അറ്റാക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി
ഞാനൊരു ടിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. നമ്മൾ ടിൻ ഫ്ലെയിം ആണോ, നമ്മൾ ടിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്ന് മറ്റൊരാൾക്കും പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. നമ്മുടെ സോളിന് മാത്രമാണ് അത് അറിയാനായിട്ട് പറ്റുള്ളൂ. ഞാനൊരു ഓൾഡ് സോൾ ആണോ എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സോളായിട്ട് കണക്റ്റ് ആയിരിക്കുക. അതിന് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പം നമുക്ക് പോയിന്റിലേക്ക് വരാം. ഞാനൊരു ടിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്ന്, ഒരു പ്രത്യേക ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം, ഒരു ബ്രേക്കപ്പ് കിട്ടിയതിന് ശേഷം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിൻ ഫ്ലെയിം ജേർണിയിലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി, അയാളായിട്ട് പ്രണയത്തിലായി, പെട്ടെന്നൊരു ബ്രേക്കപ്പ് സംഭവിച്ചു. ഇങ്ങനെ പലരുടെയും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. സാധാരണ ഒരു ബ്രേക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മറക്കാനായിട്ട് ചിലപ്പോൾ വല്ല അഡിക്ഷനിലേക്കൊക്കെ പോവാം. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കണ്ട് മുട്ടി അയാളായിട്ട് പ്രണയത്തിലായി അങ്ങനെ മുന്നോട്ട് പോവാം. ഈ പഴയ വ്യക്തി പെട്ടെന്ന് തന്നെ നമ്മൾ മറന്നു പോകും. പുതിയൊരു ലൈഫ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ വ്യക്തിയെ നമുക്ക് പെട്ടെന്ന് മറന്നു പോകാനായിട്ട് സാധിക്കും. എന്നാൽ ടിൻ ഫ്ലെയിം ജേർണിയിലാണ് നമ്മുടെ ഡിവൈൻ മസ്കുലൈനെ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനൈനെയാണ് നമ്മൾ കണ്ടുമുട്ടിയതെങ്കിൽ നമുക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കില്ല. 24/7 അവർ നമ്മുടെ ഹാർട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അവരുടെ ചിന്തകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കില്ല. മറ്റൊന്നിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ എനർജി നമ്മളിലേക്ക് തിരിച്ചെടുത്തിട്ട് സ്പിരിച്വലി മുന്നോട്ട് പോകാനായിട്ട് നോക്കും. നമ്മുടെ ഉയർച്ച ലക്ഷ്യം വെച്ച് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കും. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് വിശ്വസിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിൻ ഫ്ലെയിം ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ടിൻ ഫ്ലെയിം എന്ന വാക്ക് എവിടെ നിന്നെങ്കിലും കേൾക്കാനിടയായാൽ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. ടിൻ ഫ്ലെയിം ജേർണി, ടിൻ ഫ്ലെയിം ടോപ്പിക്സ് എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. ആ വാക്ക് നമ്മൾ കൂടുതലായിട്ട് പോയിട്ട് സെർച്ച് ചെയ്യും, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടിൻ ഫ്ലെയിം ആയിട്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്ത് വരുന്നൊരു പോയിന്റാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു ടിൻ ഫ്ലെയിം ആണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തി, ഞാനൊരു ടിൻ ഫ്ലെയിം ജേർണിയിലാണ്, പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എൻ്റെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും ഒരു ടിൻ ഫ്ലെയിം ആണ്, ഞാനൊരു ഡിവൈൻ ഫെമിനൈൻ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഡിവൈൻ മസ്കുലൈൻ ആണെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഹാർട്ട് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടിൻ ഫ്ലെയിം ജേർണിയിലാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ടിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടിയതിന് ശേഷം നമ്മൾ സ്പിരിച്വലി മുന്നോട്ട് പോകുന്ന സമയത്ത്, നമ്മുടെ സോളായിട്ട് കണക്റ്റായി നമ്മൾ ഇന്നർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും, ഏഞ്ചലിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും, അവരുടെ എനർജീസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് എനർജീസിൻ്റെ അറ്റാക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇന്നർ വർക്ക് പതിയെ സ്റ്റോപ്പ് ചെയ്യും. ഇതിൽ നിന്ന് നമ്മൾ വഴി മാറി പുറകോട്ട് വലിഞ്ഞ് നിൽക്കും. അപ്സെറ്റുകൾ, ഇൻസെക്യൂരിറ്റീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പുറകോട്ട് ഇങ്ങനെ മാറി നിൽക്കും. ഇനി ഇന്നർ വർക്ക് ചെയ്യേണ്ടെന്നോർത്ത് ചിലരത് നിർത്തിയിട്ട് പോവും. എന്നാൽ വേറെ ചിലർ 2-3 ദിവസം ഇതുപോലെ മാറി നിൽക്കും, അല്ലെങ്കിൽ ഒരു 1 വീക്കോളം മാറി നിൽക്കും. എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും, ഞാൻ ഇവിടുന്ന് മാറി നിൽക്കേണ്ട ആളല്ല, എനിക്ക് ഈ ഇന്നർ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, എൻ്റെ സ്പിരിച്വൽ ജേർണി എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, എന്നെക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ വന്നിട്ട് നമ്മൾ ഇന്നർ വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടിൻ ഫ്ലെയിം ജേർണിയിലാണ്. ഇനി അടുത്ത് വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നമ്മൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇന്നർ വർക്ക് ചെയ്യാതെ സ്പിരിച്വലി കണക്റ്റ് ആവാതെ നമ്മുടെ സോളിന് അത് ആവശ്യമുണ്ട്, നമ്മുടെ ഗ്രോത്തിന് അത് ആവശ്യമാണ്, ഡിവൈൻ എന്നെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടിയാണത്, എൻ്റെ സോൾ കോൺട്രാക്റ്റ് ആണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ടിൻ ഫ്ലെയിം ജേർണിയിലാണ്. അതായത് നമ്മുടെ ഡിവൈൻ മസ്കുലൈന് വേണ്ടി മാത്രമല്ലാതെ എനിക്ക് ഈ സോൾ മിഷൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സോളിനെ എനിക്ക് വീണ്ടെടുക്കണം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടിൻ ഫ്ലെയിം ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ടേക്ക് കെയർ.